ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചതാണ് കേട്ടോ. വേറൊന്നുമല്ല, ട്രോൺ ബൈക്കില്ലേ, ട്രോൺ ബൈക്ക് അതടിച്ചു മാറ്റാണ് വിളിച്ചത്. ട്രോൺ ബൈക്ക് പിന്നെ ഈ ലോകത്തിൽ തന്നെ 7-8 പീസുകളൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നേരെ അവിടേക്ക് പോവുക. അവിടെ അത് എയർപോർട്ടിലാണ് ഗൈസ് ആ ട്രോൺ ബൈക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് പോവുക ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, പെട്ടെന്ന് പോവുക. ഓക്കെ ഗൈസ്, പെട്ടെന്ന് പോവുക ഗൈസ്. എപ്പോഴാണോ ഗൈസ് എത്തുക? അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് എയർപോർട്ടിലേക്ക്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോകണം ഗൈസ്, എത്തണം അവിടെ. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എയർപോർട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ നിറച്ച് പോലീസുകാരാണ്. നമുക്ക് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഓക്കെ, മുമ്പിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ എന്താണ് ആ ബിൽഡിങ്ങിൻ്റെ മേലെ പോയിട്ട് ഈ സൈക്കിൾ വെച്ച് ചാടാം. അപ്പോൾ സേഫായിട്ട് ലാൻഡായാൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും പോവാം ഗൈസ്, പെട്ടെന്ന് പോവാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ബിൽഡിങ്ങിന് മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ, ലിഫ്റ്റ് പിടിച്ച് എത്തിയതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടമാണ് ഗൈസ്. ഓക്കെ, അവിടെ എത്തുമോ? ഓക്കെ ഗൈസ്, ഓക്കെ, സേഫ് ലാൻഡിങ്, ഒരു പ്രശ്നമില്ല, സേഫായിട്ട് ലാൻഡായി ഗൈസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ആ ബൈക്ക് അടിച്ച് ഇവിടെ ബൈക്ക് ഉണ്ട് ഇല്ലേ? അവൻ പറഞ്ഞാണല്ലോ ആ എയർപോർട്ടിൻ്റെ ഇവിടെയാണ് ഉണ്ടാവുകയെന്ന്. എന്നിട്ട് ആ ബൈക്കിന് കാണാനില്ല. 4 ബൈക്ക് ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? പക്ഷേ എവിടെയാണോ ആ ബൈക്ക്? നമുക്കൊരു കാര്യം ചെയ്യാം, മേലെ പോയി നോക്കി നോക്കാം ഗൈസ്, ചിലപ്പോൾ മേലെയും പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് പോയി നോക്കി നോക്കാം മേലെ ഉണ്ടോയെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, എൻ്റെ അമ്മച്ചിയെ ഈ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പാടാണല്ലോ. ഗൈസ്, എൻ്റെ കാലിടയിൽ പെട്ടു അറിയാണ്ട്. ഓക്കെ, നമുക്ക് ഇതേ ഗൈസ്, ഇത് നോക്കിയേ, ട്രോൺ ബൈക്കായിട്ട് RGB കളറിൽ. ഒരു കാര്യം ചെയ്യും, വണ്ടിയിൽ കയറാം ഗൈസ്, RGB കളറിലുള്ള ട്രോൺ ബൈക്കിന് ആദ്യമായിട്ടിരിക്കാൻ. എൻ്റെ അമ്മ ഇതിലിരിക്കുമ്പോൾ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഗൈസ്, എന്താ സുഖം ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഈ ബൈക്ക് കാണുന്നത്, അത് ഇന്ത്യയിൽ ഒരു പീസേ ഉള്ളൂ ഇത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും, ബൈക്കങ്ങ് അടിച്ചു മാറ്റാം. അത് ഇവിടെ കിട്ടിയത് ഭാഗ്യം ഗൈസ്. ഗൈസ്, ഞാൻ ഈ ബൈക്ക് അടിച്ചു മാറ്റിയിട്ടോ. ഇപ്പോഴാണ് ഗൈസ് എനിക്ക് 1 സ്റ്റാർ വേണ്ടല്ലോ തോന്നുന്നു ഗൈസ്. ഇപ്പോഴും നമ്മുടെ പോലീസ് പിന്നാലെ തന്നെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം ഗൈസ്. ഓക്കെ, പെട്ടെന്ന് രക്ഷപ്പെടണം, പോലീസുകാർ ഇപ്പോഴും നമ്മുടെ പിന്നാലെ ഉണ്ട്. ഓക്കെ, ഇവിടെ ജുറാസിക് പാർക്കൊക്കെ ഉണ്ട്. അയ്യോ ഗൈസ്, പോലീസ് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ജുറാസിക് പാർക്കിൽ കയറാൻ പറ്റണില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ പോലീസ് എവിടെ? പോലീസ് ഇല്ലേ? നമുക്ക് പോവാം. എവിടെ പോലീസ്? പേടിച്ചോടിയാ? എൻ്റെ അമ്മച്ചി അവിടെ പോലീസ് ഉണ്ട്. അത് അവിടെ പോലീസ് ഓടിക്കോ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവാ. ഡോ നിൽക്കടോ, നീ എങ്ങോട്ടാ പോണേ? നിൽക്കടോ അവിടെ. അയ്യോ പോലീസുകാരാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പോലീസുകാരെ. നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഈ ബൈക്ക് അടിച്ചു മാറ്റിയത് ആരാണോ? അത് ഞാനാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ പോവാം. ഓക്കെ, പോലീസുകാർ മണ്ടന്മാരാണ്, ബൈക്ക് അടിച്ചു മാറ്റി ആരാണെന്ന് എന്നെ കണ്ടറിയില്ല ഞാനാണെന്ന്. ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവാം. അയ്യോ, അങ്ങനെയൊക്കെ എത്തി ഗൈസ്. ഞങ്ങളുടെ വാണ്ടർലേയിൽ പോയിട്ടില്ലല്ലോ, ഇതെന്താ പോവാത്തത്? ഓ, ഇത് അവിടെ ഒരു പോലീസ് ഉണ്ട്. ഉള്ളിൽ കയറി വാ, നമുക്ക് നോക്കാം ഗൈസ്. ഈ പോലീസുകാർ ഉള്ളിൽ കയറി വന്ന് ഡൈനോസർ നമ്മളെ കടിക്കാണ്ടിരുന്നാൽ മതി ഗൈസ്. ഡൈനോസർ വരുന്നുണ്ടാ? ഓ ഗൈസ്, അവർക്ക് ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ട്, പക്ഷെ ആ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ കാല് വെക്കാൻ പോലും അവർക്ക് പേടിയാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക ഗൈസ്. എൻ്റെ അമ്മ അവർ വരികയാണ്. അയ്യോ ഗൈസ്, ഓടിക്കുമോ? അവർ വരുന്നുണ്ടാ? ഇല്ല ഗൈസ്, അവർ വരുന്നില്ല. രക്ഷപ്പെടണം ഗൈസ്. നമ്മുടെ വാണ്ടഡ് ലെവൽ പോയി, പക്ഷെ ആ പോലീസുകാർ അവിടെ തന്നെ നിൽക്കണില്ലോ. നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കാം ഗൈസ്, പെട്ടെന്ന് നൈസായിട്ടൊന്ന് രക്ഷപ്പെടാൻ ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാ. പെട്ടെന്നാവട്ടെ. ഓക്കെ ഗൈസ്, ഈ ബൈക്കിന് നല്ല സ്പീഡുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ മെല്ലെ ഓടിക്കണേ. ഇപ്പോൾ എന്താണ് ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മെല്ലെ ഓടിക്കണേ. ഇവിടെ പിന്നെ ട്രാഫിക് അധികമൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താണ് നല്ല സ്പീഡിൽ ഓടിക്കുക ഗൈസ്. എൻ്റെ അമ്മ. ഓക്കെ, നല്ല സ്പീഡിൽ ഓടിക്കുക. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ഗൈസ്. ഇത് ഇതേ കിടക്കണ ഗൈസ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്. ഈ മഞ്ഞ കളർ വീടില്ലേ, അതാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്. നമുക്കൊരു കാര്യം ചെയ്യും, ബൈക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ബൈക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്താൽ മതി ഗൈസ്. കുറച്ച് ബാക്ക് എടുക്കുക. മതി, ഇവിടെ മതി.
ഓക്കെ നമുക്ക് എന്തായാലും ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ നമുക്ക് പെട്ടെന്ന് പോവുക. ഓക്കെ നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. ഗൈസ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഈ ബൈക്കൊക്കെ കൊടുത്തു കിട്ടോ. അപ്പോൾ നമുക്ക് അവൻ ഗിഫ്റ്റായിട്ടൊരു ബൈക്ക് വന്നു ഗൈസ്. ഇതാണ് കവാസാക്കി നിഞ്ചേൻ്റെ സെഡക്സ്റ്റനാറാണ്. ഓക്കെ ഗൈസ് നമുക്ക് ഈ ബൈക്കിനും കിട്ടിയല്ലോ, അത് മതി ഗൈസ്. ഗൈസ് നമുക്ക് ഈ ബൈക്ക് കിട്ടി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഗൈസ്, സെഡക്സ്റ്റനാർ. എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. പച്ച കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഗൈസ്. നമുക്ക് പച്ച കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. നമുക്ക് കാര്യം ചെയ്യാം. ഇത് വെച്ച് നമ്മുടെ വില്ലേജിലേക്ക് പോവുക ഗൈസ്, നമ്മുടെ വീട്ടിലേക്ക് പോവുക. വില്ലേജിലാണ് ഗൈസ് നമ്മുടെ വീട്. ഓക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പോവുക ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ എവിടെ നമ്മുടെ വില്ലേജ്? ഓ ഗൈസ് ഞാൻ വഴി തെറ്റിപ്പോയി. അപ്പുറത്തോട്ടല്ലേ വില്ലേജ്? ഇതാ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് വില്ലേജ്. 2 ബിൽഡിങ് നിൽക്കുന്നത്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ വില്ലേജിലോട്ട് എത്തി ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിൽ പോയി ഗൈസ്. എൻ്റെ അമ്മ രാത്രി അല്ല ഉച്ചയ്ക്ക് 12 മണിയായി. ഇത്ര കൂട്ടുന്ന 2 മണിക്കൂർ കഴിഞ്ഞു. 10 മണിക്ക് തുടങ്ങിയതാണ് ഗൈസ്. ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ അമ്മ കറങ്ങാൻ വണ്ടി. നമുക്ക് വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം ഗൈസ്. ഓക്കെ എൻ്റെ അമ്മ നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം.